ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തെ എന്താ പറയുക, ഒരുപാട് ഹിൽസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ കടുമ്പ് ഹിൽസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി. നമുക്ക് വണ്ടി കൊണ്ട് ഈ ഹിൽസിൽ കയറാം. കണ്ടോ, എൻ്റെ ബാക്കിൽ ഫുള്ളിങ്ങനെ വണ്ടികളൊക്കെ ഇപ്പം നമുക്ക് കാറ് ഇതൊക്കെ നമുക്ക് ഈ ഹിൽസിൽ കയറ്റാൻ പറ്റും. നമുക്ക് ഈ ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഈ ടോപ്പിലാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് എക്സ്പ്ലോർ ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമ്മൾ കുറേ ആൾക്കാർ ഇതിനകം വന്നു പോയിട്ടുണ്ട്. ഒത്തിരി ഫേമസ് ആണ് ഈ ഹില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു പോയ ആൾക്കാർ, കുറേ ആൾക്കാർ ഇവിടെ എന്താ പറയുക, ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചവറൊക്കെ ഇട്ട് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഹില്ല് കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ കൂട്ടുകാരും നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. യാത്രി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ട്രാവൽ ചെയ്ത് കുറേ സ്ഥലത്ത് പോകാൻ അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷേ ആ സംഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ഗുഡ് ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിലുള്ള സൊസൈറ്റിക്ക് കൊടുക്കാം എന്നുള്ള ലെവലിൽ നമ്മളെ കണ്ട് ഇനിയെങ്കിലും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും, ഇങ്ങനെയുള്ള അതായത് ചവറ് വേസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇടാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം, അതായത് ഒരു ക്ലീനിങ് പ്രോഗ്രാം, നമ്മുടെ നേച്ചറിനെ ക്ലീൻ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചേക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത്. സോ ബേസിക്കലി നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. ബാക്കിൽ കണ്ടറിയാം, നമ്മളെല്ലാവരും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ ചവറാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊരു പ്രിവെൻഷനായിട്ട് ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു എന്താ പറയുക, ഒരു സംഭവം ചെയ്യാമെന്നൊരു പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലീനിങ് പ്രോഗ്രാമിലോട്ട് പോവാം. ഓക്കെ, ചെയ്യുമ്പോൾ അത് നമ്മൾ പോകുന്ന സ്ഥലത്തിടാതെ നിങ്ങൾ ചെയ്യുന്ന സാധനം എവിടെയാന്ന് വെച്ചാൽ അവിടെ വേസ്റ്റ് ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടിരിക്കുക. ഇവിടെ കുറേ സംഭവം സ്മോക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഓരോ സംഭവങ്ങൾ കിടപ്പുണ്ട്. കണ്ടോ, അതിങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? It's good to be make a movement for the society, and we are cleaning the things over in the areas where we have to be protected and that's getting wasted. So it's a very good opinion, and very good moment. ഇപ്പോൾ കണ്ടോ, ഇത്രയും നമ്മള് ഒരുപാട് പേര് കയ്യിൽ ഇങ്ങനെ കുറെ ബാഗ് ഉണ്ടെന്ന് കാണിച്ചത് കണ്ടോ. ഇത്രയും നമ്മൾ വളരെ നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ ഇത്രയും കളക്ട് ചെയ്തത്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ആരും പേഴ്സണലി ഇങ്ങനെ പോകുമ്പോൾ നമ്മളിടുന്ന ചിലപ്പോൾ ഓരോ വേസ്റ്റുകളായിരിക്കും, പക്ഷെ എല്ലാവരും ഇങ്ങനെ വരുമ്പോഴാണ് ഇത്രയും വേസ്റ്റ് കൂടുന്നത്. അപ്പൊ വളരെ സങ്കടമുണ്ട്. നമ്മളെ ഭൂമിയെ നമ്മൾ തന്നെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി ചെയ്തില്ല എങ്കിലും അവനവന്റെ വേസ്റ്റ് എങ്കിലും ജസ്റ്റ് ചെറിയൊരു കവറിട്ട് നിങ്ങളുടെ കുറച്ച് വേസ്റ്റ് എല്ലാം ഉണ്ടാവും, അത്രയും നിങ്ങളുടേതായിട്ടുള്ള സൂക്ഷിച്ച് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ടിടുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ബാക്കി ആരും അങ്ങനെ ബുദ്ധിമുട്ടിങ്ങനെ ഒന്നും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വേസ്റ്റുകളുണ്ട്. ബിയർ ബോട്ടിൽസ് മാത്രമല്ല, നമ്മൾ ഫുഡ് കഴിക്കുന്ന വേസ്റ്റ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോകുന്നുണ്ട്. നമുക്ക് നാളെ ആയാലും നമുക്ക് ഇവിടെ വന്ന എല്ലാവർക്കും വന്നൊരു വൈകുന്നേരം വന്നിരുന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതെല്ലാവരും സംരക്ഷിച്ചു പോയാൽ നമുക്ക് കൂടുതൽ നാള് നമുക്ക് ഒരു ഇവിടുത്തെ കാഴ്ചകളും കണ്ടൊക്കെ നമുക്ക് വന്ന് ഇരിക്കാം. പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയരുത്, വേസ്റ്റ് ബിന്നിടുക, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാൻ പറ്റണ ആ ഒരു രീതിയിൽ ഗവൺമെന്റിനെ ആ ഒരു സെറ്റപ്പിൽ ഏൽപ്പിക്കുക, ഹരിതകർമ്മസേന ഏൽപ്പിക്കുക എന്നാണ്. അല്ലാതെ ഈ മലയോര മേഖല ഇങ്ങനെ ഇടുന്നത് ദോഷകരമാണ്. വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്, എന്നിട്ടും ആൾക്കാർ ഇവിടെ ചവിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മള് നന്നായി നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ വേസ്റ്റ് നമ്മൾ ഇല്ലാതെ നമ്മൾ നീറ്റായിട്ട് നോക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. അവിടെ നമ്മുടെ മനുഷ്യന്മാർ തന്നെ അവിടെ കൊണ്ടുവന്ന് ഒരുപാട് വേസ്റ്റ് വിടുകയാണ്. അപ്പൊ നമുക്ക് വരും തലമുറയ്ക്ക് ഇത് ആസ്വദിക്കുക. ഈ സ്ഥലമൊന്നും ഇവിടെ കാണില്ല ഈ അവസ്ഥയാണെങ്കിൽ. സംഭവം നമ്മൾ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വരുന്നു എന്നറിഞ്ഞപ്പോ എന്താണ് തോന്നിയത്? ശരിക്കും എനിക്ക് ആദ്യം മടിയായിരുന്നു, പിന്നെ വിശാഖേട്ടനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. വിശാഖേട്ടനെ മോട്ടീവ് ചെയ്ത് കൊണ്ടുവന്നു, ഇൻസ്പിറേഷനെ സത്യസന്ധമായി പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിനക്കിപ്പോ വന്നപ്പോ അങ്ങനെയല്ലേ തോന്നിയത്? സോ ഇപ്പൊ ഇവിടെ വന്നു, നമ്മൾ ഇത്രയും പരിപാടികൾ ചെയ്തു, അപ്പൊ എന്താ തോന്നുന്നത്?
ഇപ്പൊ അല്ലാതെ വന്നപ്പോ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെ കിടന്ന് നോക്കി നോക്കിയാണ് എല്ലാരും ഇപ്പൊ നല്ലൊരു അതെ, ഇപ്പൊ നമ്മൾ കൊറേ അങ്ങ് ക്ലീൻ ചെയ്ത് എവിടെ വേണമെങ്കിലും നോക്ക്, നമ്മൾ എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലമൊന്നും നേരത്തെ അല്ലേ ഇങ്ങനെയൊന്നും അല്ല കുറച്ച് വേസ്റ്റ് ആയിരുന്നു. അവിടെ എല്ലാം കൂട്ടിയിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളെല്ലാവരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ഞങ്ങളിപ്പോൾ യാത്രയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഹിഡൻ സ്പോട്സ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളതാണ്, ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഈ പറയുന്ന പോലെ അവിടുത്തെ ലോക്കൽസ് ആവാം, അല്ലെങ്കിൽ ഇതേപോലെ കണ്ടുപിടിച്ച് വരുന്ന ആൾക്കാരാവാം, ആ സ്ഥലങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നു ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തന്നെ. നമ്മുടെ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളെ നമ്മൾ തന്നെ വേസ്റ്റ് കൊണ്ട് നിറച്ച് വൃത്തികേടാക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളൊരു തീരുമാനം എടുത്തു. അങ്ങനത്തെ സ്പോട്ടുകളിൽ പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു ക്യാമ്പയിൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇവിടെ വരുന്ന അന്നേരം ആ സമയത്ത് വരുന്ന കാണുന്ന ആൾക്കാർക്ക് തന്നെ തോന്നില്ലേ, ഓക്കെ നമ്മളെങ്കിലും വേസ്റ്റ് ഇടരുത്. ഇപ്പം ഞങ്ങൾക്കിത് ചെയ്ത് ഞങ്ങൾക്ക് ഒരിടത്ത് ചെന്നാലും ഞങ്ങൾക്ക് വേസ്റ്റ് ഇടാൻ തോന്നത്തില്ല. ഞങ്ങൾ ആ വേസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോകുന്ന അതേപോലെ കളക്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സംരംഭത്തിന് കൂടെ വന്ന 2 യുവമിഥുനങ്ങളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കുറച്ചു നേരമൊക്കെ പറക്കിയെങ്കിലും പിന്നെ പറക്കാൻ നേരത്തെ ഒരു കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ വന്ന് ബ്ലോഗർ വന്നിട്ട് ബ്ലോഗ് ചെയ്യണത് ശരിയാണോ? ഇങ്ങനെയുള്ള ബ്ലോഗർമാര് നമുക്ക് നാടിന് ആപത്തോ? എങ്ങനെ? പിന്നെ അങ്ങോട്ട് നോക്ക്, ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അവിടെ റോഡുണ്ട്, അതിലേ പോയാ കട്ടക്കടപ്പോ. കട്ടക്കട ഏത് റോഡ്? എന്തോ കണ്ണ റോഡ്. റോഡാണ്. കാണുന്ന മല കണ്ടോ? അതാണ് ശാസ്താംപാറ. താഴെ കാണുന്ന സംഭവം നമുക്ക് ഓണത്തിന് പൂക്കള് വാങ്ങിക്കാനുള്ള ഒരു പാടമാണത്. ഓണത്തിന് നമുക്ക് പൂക്കളോട് അനാവശ്യമായ എല്ലാ പൂക്കളും അവിടെ ഉണ്ടാവും. അവിടെ അവര് നമുക്ക് അതെ അതെ അതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവര് അവിടെ നിന്ന് പൂ തരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓണത്തിന്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിറയെ പൂ നിൽക്കുന്ന കാണാം. അപ്പൊ അപ്പുറത്ത് റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ പൂവും കാണാം, നമുക്ക് ഈ മലയും കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം പാമ്പും മയിലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണത്. ഇവിടുത്തെ സൺസെറ്റിനെ കുറിച്ച് ചേട്ടന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. സൺസെറ്റ് ഇവിടെ അവിടെ പോയി കഴിഞ്ഞാൽ പാറ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ശാസ്താംപാറ കറക്റ്റ് ആയിട്ട് കാണാൻ. കാരണം അവിടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കന്യാകുമാരി കടൽ കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കണം. അങ്ങനെ നമ്മൾ കഴിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ട. ലാസ്റ്റ് നമ്മളിവിടെ നിന്ന് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കപ്പയും എന്താ പറയുക ചമ്മന്തി അച്ചാർ ഇതൊക്കെ കഴിച്ച് നമ്മുടെ പണിയൊക്കെ ഇവിടെ ഉള്ള പണികളൊക്കെ തീർത്ത് നിങ്ങൾ കണ്ടല്ലോ. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. സോ എനിക്ക് പറയാനുള്ളത് ബെൻ വെച്ചിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതിൽ നിങ്ങൾ ഇടുക. അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ്. നമ്മൾ കയറി ആ നമ്മുടെ ഹിൽസ് കയറി കടുമ്പ് ഹിൽസ് കയറി വരുന്ന ആ പോർഷനിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ബെൻസ് വെച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുക ഇവിടെ വരുന്നവർ പ്ലീസ്.